നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മികച്ച ചരിത്ര ഗ്രന്ഥത്തിനുള്ള അവാർഡ് ഏഴോം ഗ്രാമപഞ്ചായത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബീഡി തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂരിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇളമ്പച്ചി തലിച്ചാലം അണ്ടർപാസേജ് പ്രവൃത്തി ശനിയാഴ്ച തുടങ്ങും. തലിച്ചാലം റെയിൽവേ ഗേറ്റ് എന്നേക്കുമായി അടച്ചു. മണ്ണിൽ പൊന്നു വിളിയിച്ച് ഈസ്റ്റളേരി ഭാവന കുടുംബശ്രീ അംഗങ്ങൾ. നവരാത്രി ആഘോഷ നിറവിൽ ക്ഷേത്രങ്ങൾ. വാർത്തകൾ വിശദമായി. ചെറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് താവം കൊമേഴ്സ്യൽ കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ സ്ഥാപനം എന്ന നിലയ്ക്ക് ഒരു ഘട്ടത്തിന് ശേഷം നല്ല വേഗതയോടെ കരുത്ത് നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ചെറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക്. ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ നാട്ടുകാർ എത്രമാത്രം തൽപരരാണ് എന്നതാണ് ഈ യോഗം തന്നെ തെളിയിക്കുന്നത്. ആഹ്വാനമുള്ള ജനങ്ങൾ ഈ പരിപാടിയെ ബാങ്കിനോടുള്ള ചെറുകുന്ന് താവം പോസ്റ്റ് ഓഫീസിന് സമീപം പുതുതായി പണിത കമേഴ്സ്യൽ കോംപ്ലക്സ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓഡിറ്റോറിയം ഉദ്ഘാടനം EP ജയരാജൻ നിർവഹിച്ചു. നിക്ഷേപം സ്വീകരിക്കൽ A അബ്ദുൾ റഷീദ്, ആദ്യകാല മെമ്പർമാരെ ആദരിക്കൽ OV നാരായണനും നിർവഹിച്ചു. TV രാജേഷ് MLA അധ്യക്ഷത വഹിച്ചു. PK നാരായണൻ, KV സേതുമാധവൻ, PP ദിവ്യ, N ദാമോദരൻ, K മോഹനൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഏഴോം ഗ്രാമപഞ്ചായത്തിന് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഏർപ്പെടുത്തിയ മികച്ച ചരിത്രഗ്രന്ഥത്തിനുള്ള അവാർഡ് വിതരണം ചെയ്തു. അവാർഡ് ദാന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ പങ്കുവഹിക്കാത്തവരും സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ പങ്കുവഹിച്ചില്ല എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യസമരത്തെ തകർക്കാൻ ശ്രമിച്ചാലും ബ്രിട്ടീഷുകാരുമായി ഒത്തുകളിച്ചാലും ബ്രിട്ടീഷ് വൈസ്രോയിയുമായി സംസാരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരുടെയും താല്പര്യം ഒന്നാണ് എന്ന് പറഞ്ഞാലും ഇക്കാര്യത്തിൽ നാം തമ്മിൽ അഭിപ്രായ ഭിന്നത. ഏഴോത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് D വിമല മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. TV രാജേഷ് MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KKN കുറുപ്പ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ്, VV പ്രീത, MS നാരായണൻ നമ്പൂതിരി, OV നാരായണൻ, R അജിത, CV കുഞ്ഞിരാമൻ, CM ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ബീഡി തൊഴിലാളികളുടെ മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കുക, UDF സർക്കാർ ചുമത്തിയ നികുതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബീഡി തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ട്രഷറിക്ക് മുൻപിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ബീഡി തൊഴിലാളികളുടെ മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കുക, ബീഡിയുടെ മേൽ UDF സർക്കാർ ചുമത്തിയ നികുതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബീഡി തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ട്രഷറി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. സമരം C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ബീഡി വ്യവസായത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്നത് അതിനുശേഷമുള്ള ബീഡിയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അതേ സംസ്ഥാന ഗവൺമെന്റിന് ഇതുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ
ആ ഒരു സന്ദർഭമുണ്ട്. ആ ബഡ്ജറ്റ് തന്നെയും ഇവിടുത്തെ പ്രതിപക്ഷം അംഗീകരിക്കാത്തതാണ്. സി ഗോപാലൻ അധ്യക്ഷനായി. പി വി കുഞ്ഞപ്പൻ, കെ രാഘവൻ, വി പി തമ്പായി, പാവൂർ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. സമരത്തിന് മുന്നോടിയായി പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന മാർച്ചിൽ കെ പി നാരായണൻ, എൻ അബ്ദുൽ സലാം, മൂലാച്ചേരി നാരായണൻ, സി പി ഓമന, എം ഗോവിന്ദൻ എന്നിവർ നേതൃത്വം നൽകി. ഇളമ്പച്ചി തലിച്ചാലം അണ്ടർ പാസേജ് പ്രവൃത്തി ശനിയാഴ്ച തുടങ്ങും. പ്രാരംഭ പ്രവൃത്തികൾ തുടങ്ങി. കാസർഗോഡ് എം പി കരുണാകരന്റെ MP ഫണ്ട് ഉപയോഗിച്ചാണ് അണ്ടർ പാസേജ് നിർമ്മിക്കുന്നത്. തെക്കേ തൃക്കരിപ്പൂർ നിവാസികളുടെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാവുന്ന തലിച്ചാലം അണ്ടർ പാസേജ് 4 മാസം കൊണ്ട് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ വിധമാണ് പ്രവൃത്തി ആരംഭിക്കുന്നത്. പി കരുണാകരൻ MPയുടെ MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 2.5 കോടി രൂപ ചെലവിട്ടാണ് തലിച്ചാലത്തെ നിലവിലുള്ള റെയിൽവേ ഗേറ്റിൽ തന്നെ അടിപ്പാത ഒരുക്കുന്നത്. ആദ്യഘട്ടത്തിന്റെ അല്പം തെക്കുമാറി വയലിൽ നിലവിലുള്ള ഓവ് അണ്ടർ പാസേജാക്കാനായിരുന്നു തീരുമാനമെങ്കിലും ചന്തേരയിൽ നിർമ്മിച്ച അണ്ടർ പാസേജ് വെള്ളത്തിലായതോടെ നീരൊഴുക്കുള്ള ഭാഗത്തെ അടിപ്പാത നിർമ്മാണം നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. അണ്ടർ പാസേജ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലെ തലിച്ചാലം റെയിൽവേ ഗേറ്റ് എന്നേക്കുമായി ശനിയാഴ്ച മുതൽ അടച്ചിടും. പ്രദേശവാസികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് MPയുടെ നടപടി വഴിയൊരുക്കിയെന്നാണ് വാർഡ് മെമ്പർ TV വിനോദ് പറയുന്നത്. നാളെ മുതൽ ഇതിലൂടെ ഗതാഗതം ഉണ്ടായിരിക്കുന്നില്ല. ഗതാഗതം നാളെ മുതൽ രാമവല്ലം ഗേറ്റ് വഴിയും അതുപോലെ തന്നെ ഒളവറ ഗേറ്റ് വഴിയും നാളെ മുതൽ ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നല്ലവരായ നാട്ടുകാർ അതുമായി സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ കോളേജ് തെരഞ്ഞെടുപ്പ് SFIക്ക് വൻ വിജയം. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഘോഷയാത്രയും നടന്നു. പുനർ കോളേജ് 2016-17 വർഷത്തെ തെരഞ്ഞെടുപ്പിൽ SFI വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 9 മേജർ സീറ്റിലും 17 മൈനർ സീറ്റിലുമാണ് മത്സരങ്ങൾ നടന്നത്. മത്സരത്തിൽ മുഴുവൻ SFI സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ചെയർമാനായി ഷിംജിൻ കണ്ണനെയും വൈസ് ചെയർപേഴ്സണായി ഐശ്വര്യ കൃഷ്ണൻകുട്ടിയെയും ജനറൽ സെക്രട്ടറിയായി ശ്രീരാഗ് രമേശനെയും തെരഞ്ഞെടുത്തു. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോളേജിൽ നിന്ന് പയ്യന്നൂർ ടൗണിലേക്ക് ഘോഷയാത്രയും നടന്നു. നിരവധി പ്രവർത്തകർ ഘോഷയാത്രയിൽ അണിനിരന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മണ്ണിൽ പൊന്നു വിളയിച്ച് ഈസ്റ്റലേരി ഭാവന കുടുംബശ്രീ അംഗങ്ങൾ. 100 മേനി വിളയിച്ച പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പുത്സവം പഞ്ചായത്തിന്റെ തന്നെ ഉത്സവമായി മാറി. ഭാവനഗിരിയിലെ ഭാവന കുടുംബശ്രീയുടേതാണ് ഈ കൃഷിയിടം. ഇതിന്റെ വിളവ് കണ്ടാൽ സ്ത്രീകൾ തന്നെയാണോ ഈ കൃഷി ചെയ്തതെന്ന് ആരും സംശയിച്ചു പോകും. കപ്പയും ഇഞ്ചിയും മുതൽ പയറും വെണ്ടയും അങ്ങനെ ഒരേക്കർ കൃഷിയിടത്തിലില്ലാത്തതായി ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ വിളവെടുപ്പുത്സവം പഞ്ചായത്തിന്റെ വിളവെടുപ്പുത്സവമാക്കാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. പൂർണ്ണമായും ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി നടത്തിയ ഇവർക്ക് 100 മേനി വിളവാണ് ലഭിച്ചത്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഫിലോമിന ജോണി അക്കാട്ട് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ, ടോമി പുതുപ്പള്ളി തുടങ്ങിയ മിക്ക പഞ്ചായത്ത് മെമ്പർമാരും കുടുംബശ്രീ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. AKPA 32ാം പയ്യന്നൂർ മേഖലാ സമ്മേളനത്തിന് പഴയങ്ങാടിയിൽ തുടക്കമായി. സംസ്ഥാന പ്രസിഡന്റ് PV ബാലൻ ഉദ്ഘാടനം ചെയ്തു. രംഗത്തെ ഈ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അവാർഡ് കേരള ഗവൺമെന്റ് നേടിയെടുക്കാൻ. അതുപോലെ തന്നെ ലളിതകല അക്കാദമി ഫോട്ടോഗ്രാഫി ഉൾപ്പെടുത്തി സംഘടനയുടെ പ്രവർത്തന ഫലമായി സംഘടനയുടെ സുശക്തമായ പ്രവർത്തനത്തിലൂടെ ഇടപെടലിലൂടെയാണ് അത്തരം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. ഇപ്പോഴെന്താ സ്ഥിതി? കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാനൊരു രാഷ്ട്രീയത്തിന്റെയോ ഒരു ഭരണകൂടത്തിന്റെയോ ഈ ഫോട്ടോഗ്രാഫി മേഖലയെ പരിഗണിക്കാത്ത ആരുണ്ടെങ്കിലും അവർക്കെതിരെ സംസാരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ആരൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടോ അവരെ അഭിനന്ദിക്കുക കൂടി ചെയ്യാണ്. AKPA 32ാം പയ്യന്നൂർ മേഖലാ സമ്മേളനം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. PV ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഫോട്ടോഗ്രാഫി മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക, മാട്രിമോണിയൽ കമ്പനികൾ ഫോട്ടോ എടുക്കുന്നത് തടയുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. വിദിലേഷ് അനുരാഗ് അധ്യക്ഷത വഹിച്ചു. രതീഷ് PTK, ശ്രീഗണേഷ്, കൃഷ്ണദാസ് മാധവി, അശോക് കുമാർ പുറച്ചേരി, വിനോദ് PC തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. AKPA സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. പഴയങ്ങാടി ടൂറിസ്റ്റ് ഫെസിലിറ്റി സെന്ററിൽ പഴയങ്ങാടി SI KP ഷൈൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം, ഒരു
നാട്ടിലുള്ള അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ള ഏത് ചെറിയ മൈന്യൂട്ട് സംഭവം പോലും ഒരു ഫോട്ടോഗ്രാഫിലൂടെ എടുത്തു കഴിഞ്ഞ് നമ്മുടെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അവിടുത്തെ തീർച്ചയായിട്ടും അവിടുത്തെ സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് പോകണം. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫോട്ടോ കണ്ടതിൽ മനസ്സിലാവും. ഇവരെന്നെ പറഞ്ഞു ഒരു പ്രത്യേക വിഷയം വെച്ചിട്ട് ഒരു ഫോട്ടോഗ്രാഫി മത്സരമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതൊരു ബാല്യം എന്ന വിഷയത്തെ അധികരിച്ച് AKPA മെമ്പർക്കായി നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ പങ്കെടുത്തവരുടെ ഫോട്ടോകളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. മിക്ക ഫോട്ടോകളും നഷ്ടബാല്യത്തെക്കുറിച്ചായിരുന്നു. ബാല്യത്തിന്റെ പീഡനങ്ങൾ ക്യാമറ കണ്ണുകളിലൂടെ തെളിഞ്ഞു. ബാല്യകാല കുസൃതികളും തെയ്യവും നാടോടി ജീവിതവുമെല്ലാം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു. രാധാകൃഷ്ണൻ കൊളശ്ശേരി 1ാം സ്ഥാനം നേടി. പ്രേമരാജ് കാരാട്ട് 2ാം സ്ഥാനവും രാകേഷ് പുത്തൂർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ലോക മാനസിക ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ AWHL ബദർ സ്പെഷ്യൽ കോളേജിലെ വിദ്യാർത്ഥികൾ കലോപ്സി 2016 എന്ന പരിപാടി സംഘടിപ്പിക്കുന്നു. പോസ്റ്റർ, ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം എക്സിബിഷൻ എന്നിവ ഉൾപ്പെടുന്ന പരിപാടി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ഒക്ടോബർ 9, 10 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുന്ദരമായ വീക്ഷണം അല്ലെങ്കിൽ സുന്ദരമായ കാഴ്ച എന്നാണ് അർത്ഥം. മെന്റൽ ഹെൽത്തിനെ മെന്റൽ ഡിസോർഡറുകൾ മാറ്റുന്നത് മെന്റൽ ഹെൽത്ത് മാനസിക ആരോഗ്യം എന്നാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ടാണ് കുട്ടിക്കാലത്താണല്ലോ നമ്മുടെയൊക്കെ മാനസികാരോഗ്യത്തിൻ്റെ ഏറ്റവും നല്ല മാനസികാരോഗ്യം നല്ല രീതിയിൽ ഉണ്ടാകുന്ന കുട്ടിക്കാലത്താണ്. അപ്പോൾ ചൈൽഡ്ഹുഡാണ് ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കോളേജിലെ വിദ്യാർത്ഥികൾ ജില്ലയിലെ സ്കൂളുകളിലും അങ്കണവാടികളിലും പാരന്റിംഗ് എന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ ബോധവൽക്കരണ പരിപാടിയുടെ സമാപനം എന്ന വിധമാണ് കലോപ്സിയ 2016 എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക മാനസിക ആരോഗ്യ ദിനത്തോട് അനുബന്ധിച്ചാണ് പരിപാടി. ഒക്ടോബർ 9, 10 ദിവസങ്ങളിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിലാണ് കലോപ്സിയ നടക്കുന്നത്. എക്സിബിഷൻ, ബോധവൽക്കരണ ക്ലാസുകൾ, ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം പ്രദർശനം തുടങ്ങിയവയാണ് കലോപ്സിയയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മനഃശാസ്ത്രം ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി. ഇതോടൊപ്പം ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കലാപരിപാടികളും നടക്കും. ക്ലാസുകളിലേക്കും എക്സിബിഷനിലേക്കുമുള്ള പ്രവേശനം സൗജന്യമാണ്. അതേസമയം പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ 100 രൂപ നൽകി രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു. സി കൃഷ്ണൻ MLA ആണ് കലോപ്സിയ ഉദ്ഘാടനം ചെയ്തത്. സമാപന സമ്മേളനം മൗത്ത് പെയിന്റർ ഗണേശൻ കുഞ്ഞുമംഗലം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ താനിയ കെ ലീല, ദീപ M, ഗ്രീഷ്മ ബാഹുലയൻ, സുധീഷ്ണ N, അഞ്ജു സന്തോഷ് എന്നിവർ പങ്കെടുത്തു. എരമംകുറ്റൂർ പഞ്ചായത്തിൽ മാതമംഗലത്ത് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിനൊരുങ്ങി. ഒക്ടോബർ 16 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മാതമംഗലം ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപത്ത് 70 സെന്റ് സ്ഥലത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് ഒരുക്കിയത്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. ഒക്ടോബർ 16 ഞായറാഴ്ച രാവിലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ബസ് സ്റ്റാൻഡ് നാടിന് സമർപ്പിക്കും. ഷോപ്പിംഗ് കോംപ്ലക്സ്, മൂത്രപ്പുര, പോലീസ് എയ്ഡ് പോസ്റ്റ്, വിശ്രമ കേന്ദ്രം എന്നിവയും ബസ് സ്റ്റാൻഡിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ആ ബസ് സ്റ്റാൻഡിന് സ്ഥലം അനുവദിച്ചു എന്ന് മാത്രമല്ല, ബസ് സ്റ്റാൻഡ് പൂർണ്ണമായിട്ടും പണി പൂർത്തീകരിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡാക്കി മാറ്റിയിട്ടാണ് പഞ്ചായത്തിനത് വിട്ടു തരുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ 50 സെൻറ്റ് സ്ഥലം ബസ് സ്റ്റാൻഡും അതോടൊപ്പം അവിടെ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ടോയ്ലറ്റ്, അതുപോലെ തന്നെ പോലീസുകാർക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ബസ് സ്റ്റാൻഡ് നമുക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായിട്ടുള്ളത്. അതോടൊപ്പം ബസ് കയറി ഇറങ്ങുന്ന 2 റോഡുകളും അതോടൊപ്പം നമുക്ക് വിട്ടു തന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 70 സെൻറ്റ് സ്ഥലം പൂർണ്ണമായും പഞ്ചായത്തിന് വിട്ടു തന്നിട്ടാണുള്ളത്. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് പിലിക്കോട് സി കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയാകും. നവംബർ അവസാന വാരം നടക്കുന്ന കലോത്സവത്തിന്റെ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല രീതിയിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് വിപുലമായ മേളയാക്കിയിട്ട് മാറ്റാൻ കഴിയുക സബ് ജില്ലാ കലോത്സവമാണ്. നമ്മുടെ ചെറുവത്തൂർ സബ് ജില്ലയിൽ തന്നെ വിവിധ സ്കൂളുകളിൽ വെച്ച് നടത്തിയിട്ടുള്ള കലോത്സവങ്ങളെല്ലാം ജില്ലയിലെ സബ് ജില്ലാ കലോത്സവങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മികവുറ്റതാക്കി തീർക്കാൻ വിവിധ കാര്യങ്ങളിൽ ചെറുവത്തൂർ സബ് ജില്ലകളിലെ നടത്തിയിട്ടുള്ള കലോത്സവങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള വളരെ അഭിമാനപൂർവ്വം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ MLA K കുഞ്ഞിരാമൻ, PTA പ്രസിഡന്റ് T മോഹനൻ, പ്രിൻസിപ്പൽ PC ചന്ദ്രമോഹനൻ, പ്രധാനാധ്യാപകൻ KP രാജശേഖരൻ, AEO TK സദാനന്ദൻ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു.
പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ശ്രീധരൻ മാസ്റ്റർ ചെയർമാനും പ്രിൻസിപ്പൽ പി.സി. ചന്ദ്രമോഹനൻ ജനറൽ കൺവീനറും ഇ.ഒ. ടി.കെ. സദാനന്ദൻ ട്രഷററുമായുള്ള വിപുലമായ സംഘാടക സമിതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. നവംബർ അവസാന വാരം ഉപജില്ലാ കലോത്സവം നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ പലിയേരി ശ്രീ മൂകാംബിക ക്ഷേത്രം പാചകശാല ഉദ്ഘാടനത്തിനൊരുങ്ങി. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു പാചകശാല എന്നത്. പലിയേരി മൂകാംബിക ക്ഷേത്രത്തിൽ ഭക്തരുടെ ദീർഘനാളായുള്ള ആഗ്രഹമാണ് പാചകശാലയുടെ സമർപ്പണത്തോടെ സഫലമാകുന്നത്. 5ഓളം അടുപ്പുകളും കലവറയും ഒക്കെയുള്ള വലിയ പാചകശാലയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒക്ടോബർ 8-ന് റവന്യൂ മന്ത്രി ഇ. ചന്ദ്രശേഖരൻ പാചകശാല സമർപ്പണം നിർവഹിക്കും. കോടതികളുടെ ജനവിരുദ്ധ വിധികൾക്കെതിരെയും ദളിത് അക്രമത്തിനെതിരെയും ശക്തമായ താക്കീതുമായി സെൻട്രൽ ആർട്സ് പയ്യന്നൂരിൽ സംഘടിപ്പിച്ച യെസ് യുവർ ഓണർ തെരുവ് നാടകം അവതരണം കൊണ്ട് ശ്രദ്ധേയമായി. സൗമ്യവധം, ദളിത് വിദ്യാർത്ഥി രോഹിത് വെമുലയുടെ ആത്മഹത്യ എന്നിവയിലുള്ള കോടതി വിധികളാണ് നാടകത്തിലെ പ്രധാന ഇതിവൃത്തം. 1 മണിക്കൂർ ദൈർഘ്യമുള്ള തെരുവ് നാടകം അവതരണ ശൈലി കൊണ്ട് കാണികളെ ഏറെ ആകർഷിക്കുകയും ചെയ്തു. പ്രശസ്ത സിനിമാ നടനും നാടക പ്രവർത്തകനുമായ മനോജ് ഖാനെയാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. രാജ്യം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ചുറ്റുപാട് നിന്നും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അതിനോടുള്ള നാടകപ്രവർത്തകരുടെ ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ് ഈ തെരുവ് നാടകം. ഇതൊരു അറേഞ്ച്ഡ് സ്ട്രീറ്റ് പ്ലേ അല്ല, ഇംപ്രൂവൈസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു നാടകമാണ്. എം ബി രമേശൻ, ടി അജയകുമാർ, പി സജിത്, വി സുകേഷ് തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. ഷേണായി ടൗൺ സ്ക്വയറിൽ 100 കണക്കിന് പേരാണ് നാടകം കാണാനെത്തിയത്. തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം KKN പരിയാരം സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് എ. രാകേഷ് ഉദ്ഘാടനം ചെയ്തു. കാവിലെവളപ്പിൽ രവീന്ദ്രൻ ചെയർമാനും തളിപ്പറമ്പ് നോർത്ത് എ.ഇ.ഒ. ഇ. ശശിധരൻ ട്രഷററുമായുള്ള 501 സമിതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. യോഗത്തിൽ പി. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പി. ദിനേശൻ, കെ. പത്മനാഭൻ, പി. സജിത, സജീവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. 35 വയസ്സിനു മുകളിൽ പ്രായമുള്ള കായിക താരങ്ങളുടെ സംഘടനയായ മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷന്റെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് പയ്യന്നൂരിൽ 2017 ജനുവരിയിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. 800-ലധികം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 36ാമത് സംസ്ഥാന മാസ്റ്റേഴ്സ് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജനുവരി 14-15 തീയതികളിലായി പയ്യന്നൂർ കോളേജ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. 14 ജില്ലകളിൽ നിന്നായി 800-ലധികം കായിക താരങ്ങൾ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ഇത് 3ാം തവണയാണ് കണ്ണൂർ ജില്ല സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. 5 വയസ്സ് ഇടവിട്ടുള്ള ഗ്രൂപ്പുകൾ തിരിച്ചാണ് മത്സരങ്ങൾ നടത്തുക. എല്ലാ ഗ്രൂപ്പിലും പുരുഷന്മാർക്കും വനിതകൾക്കും മത്സരങ്ങളുണ്ട്. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി 8-ാം തീയതി സംഘാടക സമിതി രൂപീകരണ യോഗം നടക്കും. ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 3 മണിക്കാണ് യോഗം. വാർത്താ സമ്മേളനത്തിൽ KN കണ്ണോത്ത്, ടി ഗോപാലൻ, MC രാധാകൃഷ്ണൻ, TV ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ആസ്വാദകർക്ക് സംഗീതമഴയൊരുക്കി കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ കച്ചേരി. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായാണ് കച്ചേരി അരങ്ങേറിയത്. ഒൻപത് ദിനങ്ങളിലായി നടക്കുന്ന നവരാത്രി സംഗീതോത്സവത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം രാത്രി സംഗീത കച്ചേരി അരങ്ങേറിയത്. ദേവീസ്തുതികളും കീർത്തനങ്ങളും കൊണ്ട് സമ്പന്നമായ കച്ചേരി ആസ്വാദക മനസ്സിൽ കുളിർമഴയായി പെയ്തിറങ്ങി. 2 മണിക്കൂറോളം നീണ്ട കച്ചേരിക്ക് മൃദംഗം കാർത്തിക് പാലക്കാടും വയലിൻ ശ്രീജിത്ത് പാലക്കാടും ഘടം റിജു പാലക്കാടും പിന്നണിയായി. തുടർന്നുള്ള ദിവസങ്ങളിൽ സംഗീത കച്ചേരി, ഭക്തിഗാനമേള തുടങ്ങിയ പരിപാടികളും അരങ്ങേറും. ഒക്ടോബർ 1-ന് ആരംഭിച്ച സംഗീതോത്സവം 10-ന് വിജയദശമി ദിനത്തിൽ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ചെറുവത്തൂർ AEO TV സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
വർത്തമാനകാലത്ത് ലോകഭാഷയായ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി മനസ്സിലാക്കിയുള്ള പഠനരീതിയെ പുകഴ്ത്തി സംസാരിച്ച എഇഒ വിദ്യാലയത്തിന്റെ പാഠ്യേതര പ്രവർത്തനത്തെയും പ്രകീർത്തിച്ചു. സമീപത്തുള്ള വിദ്യാലയങ്ങളിലൊക്കെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഈ വിദ്യാലയത്തിൽ, ഈ മഹത്തായ വിദ്യാലയത്തിൽ കുട്ടികളുടെ എണ്ണം ഓരോ വർഷം കഴിയുന്തോറും കൂടി വരുന്നതിന്റെ പ്രാധാന്യം, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ വിദ്യാലയത്തിൽ ഇംഗ്ലീഷ് പഠനത്തിന് മുൻതൂക്കം കൊടുക്കുന്നു എന്നുള്ളതാണ്. PTA പ്രസിഡന്റ് കെ ശ്രീനിവാസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. റവറന്റ് ഫാദർ ജോസഫ് തണ്ണിക്കോട്ട്, ട്രീസ ഫെർണാണ്ടസ്, പ്രധാനാധ്യാപിക സിസ്റ്റർ ആഗ്നസ് മാത്യു, ദേവസി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച ഇംഗ്ലീഷ് സ്കിറ്റ് സദസ്സിനെ കയ്യിലെടുത്തു. കുട്ടികൾ തന്മയത്വത്തോടെയാണ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തുടർന്ന് അന്താരാഷ്ട്ര പയർ വർഷാചരണത്തിന്റെ ഭാഗമായി ചെറുപയർ വിഭവങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. എഇഒ സദാനന്ദൻ മാസ്റ്റർ പ്രദർശനം നോക്കിക്കാണുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ചെറുപയർ കൊണ്ടുണ്ടാക്കിയ വിവിധതരം വിഭവങ്ങൾ സ്കൂൾ അധികൃതരോടൊപ്പം രുചിച്ചു നോക്കുകയും ചെയ്തു. കുട്ടികൾ തങ്ങളുടെ വീടുകളിൽ നിന്നും തയ്യാറാക്കി സ്കൂളിൽ കൊണ്ടുവന്നാണ് പ്രദർശനം ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പലിയേരി ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് ഏറുന്നു. ഉത്തര കേരളത്തിലെ ഈ മൂകാംബിക ക്ഷേത്രത്തിൽ ഈ വർഷവും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. പലിയേരി ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട മൂകാംബിക ക്ഷേത്രമായ ഇവിടെ എല്ലാ വർഷവും ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ എത്തിച്ചേരാറുണ്ട്. ഇക്കൊല്ലവും പതിവ് തെറ്റിയില്ല. നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായ പരിപാടികളാണ് നടക്കുന്നത്. വൈകുന്നേരം നടക്കുന്ന ക്ഷേത്രപൂജയിൽ പങ്കെടുക്കാൻ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണുള്ളത്. വിജയദശമി നാളിൽ ഈ ക്ഷേത്രത്തിൽ കുട്ടികളെ എഴുത്തിനിരുത്തിയാൽ കുട്ടികളിൽ ദേവി അനുഗ്രഹം ചൊരിയും എന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജിൽ പുതിയതായി ഒരുക്കിയ മീഡിയ റൂം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ നിർവഹിച്ചു. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജിൽ പുതിയതായി ഒരുക്കിയ മീഡിയ റൂം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഭരണസമിതി പ്രസിഡന്റ് ടി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി രവീന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പൽ KV രാമചന്ദ്രൻ, വൈസ് പ്രിൻസിപ്പൽ PJ ജോസ്, ഭരണസമിതി അംഗം M ആനന്ദൻ തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. U പ്രസന്നകുമാർ നന്ദി രേഖപ്പെടുത്തി. അന്നൂർ 36-ാം വാർഡ് ഭിന്നശേഷിയുള്ളവരുടെ സംഗമം അന്നൂർ സത്യനാട്സ് ക്ലബ്ബിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. അന്നൂർ 36-ാം വാർഡിലെ ഭിന്നശേഷിയുള്ളവരുടെ സംഗമം അന്നൂർ സത്യനാട്സ് ക്ലബ്ബിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് ഭിന്നശേഷിയുള്ളവർക്ക് സൗജന്യ റെയിൽവേ യാത്രയ്ക്കുള്ള അപേക്ഷാ ഫോറവും ഐഡന്റിറ്റി കാർഡിനുള്ള അപേക്ഷാ ഫോറവും വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ ധനദ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. K കുഞ്ഞപ്പൻ, K രാമചന്ദ്രൻ, AK സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. എരമം നോർത്ത് LP സ്കൂളിൽ ഒറിഗാമി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP രമേശൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ കുട്ടികൾക്ക് ഒറിഗാമിയിൽ പ്രാവീണ്യം നേടുന്നതിനു വേണ്ടിയാണ് ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് MM വിജയൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ C വിജയൻ മാസ്റ്റർ, മനോഹരൻ നായർ, VV രാജശ്രീ, ഷാജി മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. MV വിജയൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. ശ്രീ കുറുവേലി ഭഗവതി ക്ഷേത്രം നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് കൂത്ത് കാണാൻ എത്തിയത്. ശ്രീ കുറുവേലി ഭഗവതി ക്ഷേത്രത്തിൽ ഒക്ടോബർ 1 തുടങ്ങിയ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചത്. കേരള സംഗീത നാടക അക്കാദമി കലാശ്രീ പുരസ്കാരം നേടിയ ആകാശവാണി ദൂരദർശൻ കലാകാരൻ കലാമണ്ഡലം മണി വാസുദേവ ചാക്യാരാണ് ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചത്. സമകാലീന സംഭവങ്ങൾ പുരാണകഥയുമായി കോർത്തിണക്കിക്കൊണ്ടുള്ള കൂത്ത് കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഒക്ടോബർ 9 ഞായറാഴ്ച ആലപ്പടമ്പ് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം അവതരിപ്പിക്കുന്ന പൂരക്കളി അരങ്ങിലെത്തും. 11 വിജയദശമി നാളിൽ MM കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ കുട്ടികളെ എഴുത്തിനിരുത്തും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. നവോദയ സ്കൂൾ കണ്ണൂർ റീജിയൻ തല നാടോടി നൃത്ത മത്സരം എടാട്ട് PS വിദ്യാലയത്തിൽ നടന്നു.
കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 50 സ്കൂളുകളിൽ നിന്ന് 87ഓളം മത്സരാർത്ഥികൾ പങ്കാളികളായി. സഹോദയ സ്കൂൾ കണ്ണൂർ റീജിയന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. LP, UP തലങ്ങളിലായിരുന്നു മത്സരങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. നെറ്റ്വർക്ക് ചാനലിന്റെ പ്രതിവാര സാഹിത്യ പരിപാടി പുനർവായനകൾ പുരോഗമിക്കുന്നു. നിരഞ്ജനയുടെ പ്രസിദ്ധമായ ചിരസ്മരണ എന്ന നോവൽ ഇന്നത്തെ കാലത്ത് പ്രസക്തമാകുന്നത് എങ്ങനെയാണ്? രാജേഷ് കടന്നപ്പള്ളി അവതരിപ്പിച്ച പുനർവായനയുടെ പുതിയ ലക്കത്തിന്റെ പുനഃസംപ്രേഷണം വെള്ളിയാഴ്ച രാത്രി 10 മണിക്കും ഞായറാഴ്ച രാവിലെ 7-നും കാണാം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ സമാനതകളില്ലാത്ത ശേഖരം. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, സെലക്ഷൻ. KVDS മൈ സ്യൂട്ട് ഹോം, മാത്തി. KVDS കളർ ഹൗസ്, നടക്കാവ്. മന്ത്രിമാരുടെ ബന്ധുക്കളുടെ വിവാദ നിയമനങ്ങളെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് ഇന്നത്തെ മാറ്റുലിയിൽ. അത് സ്വജനപക്ഷപാതപരമായിട്ടുള്ളൊരു നിയമനമാണ്. ഒന്നുകിൽ ഒരാൾ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇതിലെങ്കിലും 10-15 കൊല്ലത്തെ സർവീസ് എക്സ്പീരിയൻസ് വേണം. അതുമില്ല. പിന്നെ മൂന്നാമത് MBA ബിരുദധാരി ആയിരിക്കണം. അതുമില്ല. അതുകൂടാതെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനങ്ങളിൽ തന്നെ എത്രയോ കഴിവുള്ളവർ എത്രയോ ഉണ്ട് ഇവിടെ. അവർക്കൊന്നും നിയമനം നടത്താതെ ഈ സ്വജനപക്ഷപാതപരമായ നിയമനത്തെ അതിശക്തമായിട്ട് എതിർക്കുന്നു. ഈ ഗവൺമെൻറ് എങ്ങനെ അധികാരത്തിൽ വന്നു എന്നതിനെക്കുറിച്ച് ഒരു ചിന്ത ആവശ്യമാണ്. LDF ഇലക്ഷൻ സമയത്ത് പറഞ്ഞത് എല്ലാം ശരിയാക്കും എന്ന ഒരു മുദ്രാവാക്യമാണ് ജനങ്ങളെ സ്വാധീനിച്ച ആ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് LDF അധികാരത്തിൽ വന്നത്. അപ്പോൾ എല്ലാം ശരിയാക്കുന്ന ഗവൺമെൻറ്റിൽ നിന്നും കേരള ജനത പ്രതീക്ഷിച്ച പ്രവർത്തികളല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടന്നു വരുന്നത്. EP ജയരാജൻ എന്ന വ്യവസായ മന്ത്രിയുടെ ഒരു സംഭാഷണ രീതി തന്നെ ജനങ്ങളെ വിഷമിപ്പിക്കുന്നതാണ്. എൻ്റെ പല ബന്ധുക്കളും പല സ്ഥാപനങ്ങളും ഉണ്ടാകുമെന്ന് അദ്ദേഹം ദാർഷ്ട്യത്തോടുകൂടി പറഞ്ഞത് കേരള ജനതയെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ഈ തീരുമാനം തികച്ചും സ്വജനപക്ഷപാതമായ ഒരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. സ്വജനപക്ഷപാതവും അഴിമതിയുടെ ഭാഗമാണ്. അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന LDF ഗവൺമെൻറ് ഒരിക്കലും അതിൻ്റെ മന്ത്രിമാരുടെ ബന്ധുക്കൾ അനർഹരായ രീതിയിൽ ജോലി സ്ഥാനത്ത് കയറുക എന്നുള്ളത് കേരള ജനത ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു വിഷയമല്ല. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ സമാനതകളില്ലാത്ത ശേഖരം. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, സെലക്ഷൻ. KVDS മൈ സ്യൂട്ട് ഹോം, മാത്തി. KVDS കളർ ഹൗസ്, നടക്കാവ്. ഇനി അറിയിപ്പുകൾ. കുഞ്ഞിമംഗലം കുതിരുമൽ ശ്രീ മാട്ടുമൽ കളരി നവരാത്രി മഹോത്സവം ഒക്ടോബർ 9, 10, 11 തീയതികളിൽ നടക്കും. പയ്യന്നൂർ, തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള LC നമ്പർ 263 ഇളമ്പച്ചി ഗേറ്റ് സബ്വേയുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിനു വേണ്ടി ഒക്ടോബർ 8 രാവിലെ 8 മണി മുതൽ എന്നേക്കുമായി അടച്ചിടുന്നതാണെന്ന് സെക്ഷൻ എഞ്ചിനീയർ അറിയിക്കുന്നു. കണ്ടങ്ങാളി ശ്രീ പൂന്തുരുത്തി ഊർപ്പഴശ്ശി വേട്ടക്കരുമകൻ ക്ഷേത്രം നവരാത്രി ആഘോഷ പരിപാടികൾ ഒക്ടോബർ 9, 10, 11 തീയതികളിൽ നടക്കും. ബാലസംഘം പയ്യന്നൂർ ഏരിയ സമ്മേളനം ഒക്ടോബർ 9 കാനായി ശാസ്ത ഓഡിറ്റോറിയത്തിൽ നടക്കും. മുന്നോടിയായി 8 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ വഴിയോര ചിത്രരചനയും വില്ലേജ് തല ക്വിസ് മത്സരവും സംഘടിപ്പിക്കും. ദേശീയപാത കുടിയിറക്ക് സ്വകാര്യവൽക്കരണ വിരുദ്ധ സമിതി കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ഒക്ടോബർ 8 രാവിലെ 10 മണി മുതൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. കൊഴുമൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നവരാത്രി ആഘോഷ പരിപാടികൾ ഒക്ടോബർ 9, 10, 11 തീയതികളിൽ നടക്കും. കൊച്ചി ശ്രീ ആദികണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം നവരാത്രി ആഘോഷം ഒക്ടോബർ 8 മുതൽ 10 വരെ നടക്കും. ഉത്തരമലബാർ മുത്തപ്പ സേവാ സംഘം 10ാം വാർഷികം ഒക്ടോബർ 12 ബുധനാഴ്ച കാഞ്ഞങ്ങാട് കോഴിച്ചാൽ മഠപുരയിൽ നടക്കും. മുഴുവൻ മുത്തപ്പ സേവാംഗങ്ങളും പങ്കെടുക്കണമെന്ന് സേവാസംഘം സെക്രട്ടറി അറിയിക്കുന്നു. കരിവള്ളൂർ A1 ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി ചെറുകഥയെ ആസ്പദമാക്കി
EP രാജഗോപാലൻ നടത്തുന്ന ചർച്ച ഒക്ടോബർ 10 വൈകിട്ട് 3:30 A1 ഓഡിറ്റോറിയത്തിൽ നടക്കും. പയ്യന്നൂർ വനിതാ മൾട്ടിപർപ്പസ് സഹകരണ സംഘം വാർഷിക ജനറൽ ബോഡി യോഗം ഒക്ടോബർ 9 ഞായറാഴ്ച രാവിലെ കരുവാച്ചേരി സംഘം ഓഫീസിൽ വെച്ച് ചേരും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മികച്ച ചരിത്ര ഗ്രന്ഥത്തിനുള്ള അവാർഡ് ഏഴോം ഗ്രാമപഞ്ചായത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബീഡി തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂരിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇളമ്പച്ചി തലിച്ചാലം അണ്ടർപാസേജ് പ്രവൃത്തി ശനിയാഴ്ച തുടങ്ങും. തലിച്ചാലം റെയിൽവേ ഗേറ്റ് എന്നേക്കുമായി അടച്ചു. മണ്ണിൽ പൊന്നുവിളിയിച്ച് ഈസ്റ്റളേരി ഭാവന കുടുംബശ്രീ അംഗങ്ങൾ. നവരാത്രി ആഘോഷ നിറവിൽ ക്ഷേത്രങ്ങൾ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.